പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധസ്മാരകത്തിലെത്തി വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സൈനികരുടെ കുടുംബാംഗങ്ങളുമായും പ്രധാനമന്ത്രി സംസാരിക്കും. ആർ കെ തുടരുന്നുണ്ട്. ആർ കെ, എപ്പോഴാണ് പ്രധാനമന്ത്രി കാർഗിൽ യുദ്ധസ്മാരകത്തിലെത്തുക? 9:20 പ്രധാനമന്ത്രി കാർഗിൽ യുദ്ധസ്മാരകത്തിൽ എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. 9:20 ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനായിട്ട് കാർഗിലിലെ ധീര സൈനികരുടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായിട്ടുള്ള സൈനികരുടെ രക്തസാക്ഷി സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുക. 25 വർഷമാകുന്നു ഇന്ന് നമുക്ക് കാർഗിൽ വിജയം പ്രഖ്യാപിക്കപ്പെട്ടിട്ട്. വലിയ ഒരു വീരേതിഹാസം നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ച് നൽകുന്നതാണ് ഈ കാർഗിൽ വിജയം. അതുകൊണ്ട് അതിന്റെ ആ ഒരു പകിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഇത്തവണത്തെ വിജയാഘോഷം നടത്തുക എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാരിനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് 9:20 പ്രധാനമന്ത്രി അവിടേക്ക് എത്തും. പ്രധാനമന്ത്രി സൈനികരുടെ ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ ചിലർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത്. അദ്ദേഹം ഈ അവിടുത്തെ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുത്തതിന് ശേഷമായിരിക്കും ഇന്ന് അവിടെ നിന്ന് മടങ്ങുക എന്നാണ് അറിയുന്നത്. വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കാർഗിലിൽ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനും ഈ വിജയാഘോഷം ഉചിതമായിട്ട് സംഘടിപ്പിക്കാനും വേണ്ടിയിട്ട് 20-ാം തീയതി മുതലാണ് വിജയാഘോഷം ആരംഭിച്ചത്. നാളെ വരെ നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് വിജയാഘോഷ പരിപാടികൾ ഉള്ളത്. ഇന്നലെ കാർഗിലിലെ വിജയാഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. 26-ാം തീയതിയാണ് നമ്മൾ കാർഗിൽ വിജയ് ദിവസ് പ്രഖ്യാപിച്ചത്. അതിന് അനുസ്മരിച്ചുകൊണ്ടാണ് ഈ 25-ാം വർഷവും നമ്മൾ ആ ധീരരായിട്ടുള്ള രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഇന്നും ഈ വിജയദിനം ആഘോഷിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.